ബേപ്പൂർ സ്ഥാനാർത്ഥി തർക്കം കോൺഗ്രസിൽ പോര് രൂക്ഷം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കോൺഗ്രസിനുള്ളിൽ പുതിയ തർക്കങ്ങൾക്ക് വഴി തുറക്കുന്നു. കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാറിനെയും മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉന്നയിച്ച വിമർശനങ്ങളെ പൂർണ്ണമായും തള്ളി കോഴിക്കോട് MP MK രാഘവൻ രംഗത്തെത്തിയതോടെ പോര് പരസ്യമായി. PV അൻവർ മികച്ചതും പ്രഗത്ഭനുമായ സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന് MK രാഘവൻ വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കാൻ ബൂത്ത് തലത്തിൽ അടിയന്തര അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പതിറ്റാണ്ടുകളായി ഒളിവിൽ കഴിയുന്ന സുകുമാരക്കുറുപ്പ് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ബ്രൂണയിൽ ജീവനോടെയുണ്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് സ്ഥിരതയില്ലെന്ന് കേരള പോലീസ്. ഇത്തരത്തിലുള്ള യാതൊരു വിവരവും നിലവിൽ പോലീസിന്റെയോ ആഭ്യന്തര വകുപ്പിന്റെയോ പക്കലില്ലെന്നാണ് അനൌദ്യോഗിക വിശദീകരണം. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന നിഗമനത്തിൽ 42 വർഷം നീണ്ട അന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് റിപ്പോർട്ട് നൽകാനിരിക്കെയാണ് പുതിയ വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ നിലവിൽ പ്രചരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനം എന്താണെന്ന് പോലീസിന് അറിവില്ലെന്നാണ് വിവരം. ഓണക്കാലത്ത് മിൽമയുടെ പാൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഗണ്യമായ വർധന. മിൽമ എന്ന ബ്രാൻഡ് പേരിൽ അറിയപ്പെടുന്ന കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളോടുള്ള ഉപഭോക്താക്കളുടെ വർദ്ധിച്ചു വരുന്ന താല്പര്യമാണ് വിലയിലെ കുതിപ്പിന് കാരണം. ഓണാഘോഷം ആരംഭിച്ച 20 മുതൽ ഉത്രാടം ദിനം വരെയുള്ള 5 ദിവസങ്ങളിൽ മാത്രം 1 കോടിക്ക് പുറത്ത് ലിറ്റർ പാലാണ് മിൽമ വിറ്റഴിച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 5.61% വളർച്ചയാണ് ഇക്കുറി ഉണ്ടായത്. യാത്രക്കാരിയായ യുവതിയെ രാത്രിയിൽ ദേശീയപാതയിൽ ഇറക്കിവിട്ട സംഭവത്തിൽ സ്വകാര്യ ബസിനെതിരെ നടപടി. സംഭവത്തിൽ ഉൾപ്പെട്ട ഋത്തിക ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനും പിഴ ഈടാക്കാനും പയ്യോളി പോലീസ് RTOയ്ക്ക് റിപ്പോർട്ട് നൽകി. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തിയിരുന്ന ബസിലെ ജീവനക്കാരാണ് യുവതിയെ ദേശീയപാതയോരത്ത് ഇറക്കിവിട്ടത്. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 359 മരണം സ്ഥിരീകരിച്ച് പോലീസ്. 1300-ലധികം പേരെ കാണാനില്ല. ഇതിൽ ഇന്ത്യയിൽ നിന്ന് പോയ 288 ആളുകളുമുണ്ട്. ഇവർക്കായുള്ള തെരച്ചിൽ നടക്കുകയാണ്. ബുധനാഴ്ച രാവിലെ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ 3 ജില്ലകൾ പൂർണ്ണമായും നശിച്ചു. സമീപകാലത്ത് നേപ്പാളിലുണ്ടായ ഏറ്റവും ഭീകരമായ ദുരന്തമാണിതെന്ന് സർക്കാർ അറിയിച്ചു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കുട്ടികളടക്കം 53 മലയാളികൾ കുടുങ്ങിയെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് മാധവൻ അറിയിച്ചു. നെറ്റ്വർക്ക് പ്രശ്നത്തെ തുടർന്ന് ഇവരെ നേരിൽ ബന്ധപ്പെടാനായിട്ടില്ലെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാട്ടിലുള്ള ബന്ധുക്കൾ നൽകിയ വിവരമനുസരിച്ചുള്ള കണക്കാണ് ഇത്. അതേസമയം കാഞ്ഞങ്ങാട് നിന്നും കോട്ടയത്ത് നിന്നും പോയ 2 സംഘങ്ങൾ സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും രാജേഷ് മാധവൻ കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പരിശീലന വിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർ കൊല്ലപ്പെട്ടു. കാൺപൂരിലെ ഗംഗാ ബാരേജ് മേഖലയിൽ വ്യാഴാഴ്ച രാവിലെയാണ് അപകടം. ട്രെയിനി പൈലറ്റും ഇൻസ്പെക്ടർ പൈലറ്റുമാണ് കൊല്ലപ്പെട്ടത്. പതിവ് പറക്കലിനിടെ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് പുതിയ പാചകവാതക കണക്ഷനുകളുടെ വിതരണം തടസ്സപ്പെടുന്നു. പ്രതിസന്ധി തുടരുന്നതിനാൽ പുതിയ കണക്ഷൻ അപേക്ഷിച്ച് ഉപഭോക്താക്കളുടെ കാത്തിരിപ്പ് ഇനിയും നീണ്ടേക്കും. ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലൊന്നും മാർച്ച് പകുതി മുതൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോ സിലിണ്ടറുകളുടെ പുതിയ കണക്ഷനുകൾ നൽകിയിട്ടില്ലെന്ന് വിതരണക്കാർ അറിയിച്ചു. കനത്ത പ്രളയത്തിൽ ദുരിതത്തിലായ നേപ്പാളിന് അടിയന്തര സഹായങ്ങളുമായി ഇന്ത്യ. നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഛായുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കഴിയുന്ന എല്ലാ സഹായങ്ങളും ദുരിതാശ്വാസ സാമഗ്രികളും ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകി. ഇതിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചു തുടങ്ങി. രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ നടപടികളിലും നേപ്പാളിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പിതാവിന്റെ കൊലപാതകത്തിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേറ്റ മുജ്തബ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അധികാരമേറ്റത് മുതൽ മുജ്തബ ഖമനേയി ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കൺസർവേറ്റീവ് റേഡിയോ അവതാരകനായ ഗ്ലെൻ ബെക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ്, വാട്സ്ആപ്പ് ചാനലുകൾ സന്ദർശിക്കുക.